ഹലോ ഹായ് നമസ്കാരം. മോറീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നൊരു ഫുഡിൻ്റെ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ബയാങ്കോ എന്ന് പറയുന്നൊരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റാണ്. ഇത് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പറവൂരാണ് വരുന്നത്. ഓക്കെ, നല്ല അത്യാവശ്യം ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് നിങ്ങളുടെ മുന്നിലൂടെ ഞാൻ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുഡ് വ്ളോഗായിരിക്കും. അപ്പോൾ എന്തൊക്കെ ഫുഡ് ഓർഡർ ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്താം. ഇതാണ് മിസ്റ്റർ സുധീർ. സുധീറിനെ പരിചയപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല, കാര്യം സുധീർ അത്യാവശ്യം ഫേമസ് ആണ്, അത്യാവശ്യം നല്ലൊരു ഗായകനാണ്. ഞങ്ങളുടെ നാട്ടിലെ മിക്ക ഗാനമേളകളിലും നമ്മുടെ ഈ മുഖം വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. നല്ല ഗായകനാണ് കേട്ടോ, ചെറിയ ഗായകനൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹായ് പറയും ഒന്നുകൂടെ. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ഫിഷ് പൊള്ളിച്ചത്, അതായത് നെമ്മീൻ പൊള്ളിച്ചതും മട്ടൻ ചാപ്സും കൂടെ നമ്മുടെ ദം ബീഫും, കൂടാതെ അതിനൂടെ കഴിക്കാൻ ബട്ടർ നാനും കുൽച്ചയും ജീര റൈസും കൂടെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ബയാങ്കോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല താമസമാണ്. നല്ല താമസം എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു റൂം എടുത്ത് വേണമെങ്കിൽ താമസിക്കാനുള്ള സമയം വരെ കിട്ടും. സാധാരണ ഇവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും മിനിമം വേണം. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടൊരു 15 മിനിറ്റായി, പക്ഷേ ഇതുവരെ ഫുഡൊന്നും വന്നിട്ടില്ല. അതാണ് വെയിറ്റിങ്ങിലാണ്. ഉടനെ എത്തും ഫുഡ് എന്ന് പ്രതീക്ഷയിരിക്കുന്നു. ഇത് പിന്നെ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തുന്ന കാര്യമില്ലേ, എൻ്റെ എല്ലാ വീഡിയോയിലും സൈഡിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ കാണുന്ന നിയാസാണ്, എൻ്റെ ചങ്കാണ് കൂടെ ഉള്ളത്. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുകയാണ്. മട്ടൻ ചാപ്സ്, ബീഫ് ദം, കൂടാതെ നമ്മൾ പറഞ്ഞ കിങ് ഫിഷ് പൊള്ളിച്ചത്, കൂടാതെ ബട്ടർ നാൻ, കുൽച്ച, ഗീര റൈസ്. അങ്ങനെ നമ്മളത് ആ കിങ് ഫിഷ് പൊള്ളിച്ചത് ഇങ്ങനെ തുറക്കുകയാണ്. തുറക്കുമ്പോൾ തന്നെ എന്താ ഒരു സ്മെല്ലൊക്കെ വരുന്നല്ലേ, നല്ല തോന്നുന്നു. കഴിച്ചതിന് ശേഷം അതിൻ്റെ അഭിപ്രായം കൂടി പറയാം കേട്ടോ. എന്തായാലും കണ്ടിട്ടൊക്കെ നല്ല രസമുണ്ട്. ഈ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളത് അന്നേരം പറയാം. എന്തായാലും ഒരു വലിയൊരു പീസ് നെമ്മീൻ പീസാണ് ഉള്ളത്. നോക്കാം, കഴിച്ചതിന് ശേഷം പറയാം. യെസ്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം, ദം ബീഫ്. വെറൈറ്റിയാണ്, കണ്ടല്ലോ ചട്ടിക്കകത്ത് അത് മൊത്തത്തിലൊന്ന് ദമ്മ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുഡായിട്ടാണ് ദം ബീഫ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ് ദം ബീഫ് ഇവിടുത്തെ ബാങ്കോയില്. നല്ല ടേസ്റ്റാണ്. കാര്യം ഇത് പ്രിപ്പറേഷൻ തന്നെ കാണാൻ നല്ല രസമാണ്. മട്ടൻ ചാപ്സ് കൊണ്ട് പറഞ്ഞിരുന്നു, മട്ടൻ ചാപ്സ് എങ്ങോട്ട് നോക്കാം. ഇതാണ് മട്ടൻ ചാപ്സ്. മട്ടൻ ചാപ്സ് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ഇനി മട്ടൻ ചാപ്സ് കൂടി എങ്ങനെയുണ്ട് നോക്കാം. മട്ടൻ ചാപ്സ് കൊള്ളാം കേട്ടോ, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. നല്ല ഗ്രേവിയാണ് മട്ടൻ ചാപ്സ്, നൈസ്. എന്നാലും ഞാൻ ഭയങ്കര റെക്കമെൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ ബീഫ് ദമ്മാണ് കേട്ടോ. കിങ് ഫിഷ് പക്ഷേ അത്ര ഫ്രഷ് അല്ല എന്ന് തോന്നും, ഒരു ടേസ്റ്റൊക്കെ വ്യത്യാസമാണ്. കിങ് ഫിഷ് മോശം, വളരെ മോശം.
ലാസ്റ്റ് ഒരു ലൈം ജ്യൂസ് കൂടെ ഓർഡർ തന്നേരം അതുകൂടെ കുടിച്ചുകൊണ്ടിരിക്കുക. അതെ അതെ, കഴിച്ചതിൻ്റെ ഉണ്ടെങ്കിൽ ലൈം ജ്യൂസ് കുടിക്കണമല്ലോ. ഇനി സ്പേസ് ഇല്ല, ഇനി കഴിക്കാനുള്ള സ്പേസ് ഇല്ല, വയറ് ഫുള്ളായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.